ITR ഫയൽ ചെയ്തു. ഇനി എപ്പോൾ റീഫണ്ട് വരുമെന്ന് നോക്കിയിരിക്കുകയാണോ? ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൈസ അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വെറുതെ വൈകിപ്പിക്കുകയാണെന്നാണ് അല്ലേ? ബട്ട് വെയിറ്റ്, എല്ലാ ഡിലേക്കും കാരണം ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ അബദ്ധങ്ങൾ നിങ്ങളുടെ റീഫണ്ട് മാസങ്ങളോളം ഹോൾഡ് ആകാൻ കാരണമായേക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് അത്തരം കോമൺ മിസ്റ്റേക്സ് ആണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഒരൊറ്റ മിസ്റ്റേക്ക് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വൈകും ഉറപ്പാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നീതു ഓൺ സ്റ്റേജ്. ഫൈനാൻസ് വളരെ ലളിതമായി സംസാരിക്കാൻ നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നീതു വിജയകുമാർ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മിസ്റ്റേക്ക് നമ്പർ 1, റിട്ടേൺ ഫയൽ ചെയ്തു പക്ഷേ വെരിഫൈ ചെയ്തില്ല. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അബദ്ധം. റിട്ടേൺ അങ്ങ് സബ്മിറ്റ് ചെയ്താൽ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരുണ്ട്. സത്യത്തിൽ ആധാർ OTPയോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് വെരിഫൈ ചെയ്താൽ മാത്രമേ റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റ് ആകൂ. വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ്സിംഗ് തുടങ്ങുക പോലും ഇല്ല. അതായത് റീഫണ്ട് വൈകുകയല്ല, പ്രോസസ് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നതാണ് സത്യം. ഇതിനൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരട്ടെ. ഫയൽ ചെയ്ത ഉടനെ പോർട്ടലിൽ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി മിസ്റ്റേക്ക് നമ്പർ 2, ബാങ്ക് ഡീറ്റെയിൽസ് തെറ്റിച്ചു കൊടുക്കുക. നിങ്ങളുടെ റീഫണ്ട് വരുന്നത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേഷൻ ഇതിൽ ഏതെങ്കിലും മിസ്സാണെങ്കിൽ റീഫണ്ട് ക്രെഡിറ്റ് ഫെയിൽ ആകും. പിന്നെയും കറക്ഷൻ കൊടുത്ത് സമയം പോകും. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 3, ഫോം 16 മാത്രം നോക്കി ഫയൽ ചെയ്യുക. സാലറിഡ് എംപ്ലോയീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പനി തരുന്ന ഫോം 16 മാത്രം വെച്ച് ഫയൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ നിങ്ങളുടെ FD ഇൻട്രസ്റ്റ്, സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ഇവയൊന്നും കാണില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ AS ഫോം 26 AS ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് റിട്ടേൺ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഫോം 16 പുറമെ AS കൂടി തീർച്ചയായും നോക്കിയിരിക്കണം. അപ്പം ഇതുവരെ പറഞ്ഞ 3 മിസ്റ്റേക്സിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു? താഴെ ഒന്ന് കമന്റ് ചെയ്യോ. ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുപോലെയുള്ള ചെറിയ അബദ്ധങ്ങൾ കൊണ്ടാണ് പലർക്കും നോട്ടീസ് വരുന്നതും റീഫണ്ട് ഡിലേ ആകുന്നതും. നിങ്ങൾക്ക് ITR ഫയലിംഗ് കൃത്യമായ ഒരു പ്രൊഫഷണൽ ഗൈഡൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നീതു ഓൺ സ്റ്റേജ് വഴി ഞാൻ ഫയലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം 9349534373 എന്ന നമ്പറിലേക്ക്. വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. അപ്പം മിസ്റ്റേക്ക് നമ്പർ 4 നോക്കാം. റോങ് ITR ഫോം തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഒരേ ITR ഫോം അല്ല, നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സാലറി മാത്രമാണോ, അല്ലെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ, ബിസിനസ് ഗെയിൻ ഉണ്ടോ, ബിസിനസ് ഇൻകം ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫോം സെലക്ട് ചെയ്യേണ്ടത്. റോങ് ഫോം ആയാൽ പിന്നെ റിട്ടേൺ റിവൈസ് ചെയ്യേണ്ടി വരും. റീഫണ്ടിനും ഒരുപാട് സമയം എടുക്കും. മിസ്റ്റേക്ക് നമ്പർ 5, എല്ലാ ഇൻകവും ഡിക്ലെയർ ചെയ്തത്. ചിലർ വിചാരിക്കുക FD ഇൻട്രസ്റ്റ് ചെറിയ എമൗണ്ട് അല്ലേ, ആര് കണ്ടുപിടിക്കാൻ, അങ്ങ് ഫയൽ ചെയ്യും. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് പല ഫിനാൻഷ്യൽ സോഴ്സസിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അൺനെസസറി ക്ലാരിഫിക്കേഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒഴിവാക്കാൻ എല്ലാ ഇൻകവും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് 1. ഇനി പാർട്ട് 2 നമ്മൾ പറയാൻ പോകുന്ന ഒരു മിസ്റ്റേക്സ് കാരണമാണ് മിക്കവരുടെയും റീഫണ്ട് ടാക്സ് ഫയൽ ചെയ്തിട്ട് റീഫണ്ട് ഹോൾഡ് ആകുന്നതിന്റെ മെയിൻ കാര്യം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ആ വീഡിയോ നാളെ തന്നെ ഈ ചാനലിൽ വരും. അപ്പൊ അത് മിസ്സാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ITR ഫയൽ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിനും കൊളീഗിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ITR ഫയലിംഗ് സഹായങ്ങൾക്ക് 9349534373 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അവസാന നിമിഷത്തേക്ക് ITR ഫയലിംഗ് മാറ്റിവെക്കാതെ സമയത്ത് തന്നെ ഫയൽ ചെയ്യും. ഞാൻ നീതു വിജയകുമാർ. നാളെ കാണാം. പാർട്ട് 2 വീഡിയോയുമായിട്ട് അനദർ 5 കോമൺ മിസ്റ്റേക്സുമായിട്ട് നാളെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ബൈ.